ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചാനലിലൂടെ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച നല്ല സന്ദർഭത്തിനായി സ്തോത്രം. നമുക്ക് കർത്താവിനെ ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കേണ്ടതിനായിട്ട് നമുക്ക് തിരുവെഴുത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കടന്നു വരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 37-ാം വാക്യവും 38-ാം വാക്യവും വായിക്കുന്നു. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. അവർ കാണുകെ അവൻ ഇത്ര വളരെ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാനിട വന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു വിഷയം അല്ലെങ്കിൽ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അനേകർ അത്ഭുതങ്ങൾ കണ്ടാലും അടയാളങ്ങൾ കണ്ടാലും തന്നെ വിശ്വസിക്കാത്തൊരു അനുഭവം കാണപ്പെടുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. യേശുക്രിസ്തുവിലൂടെ നടന്ന നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ലോകത്തിലേക്ക് വന്നെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും അനേകർ കണ്ണുകുരുടാക്കപ്പെട്ട അനുഭവത്തിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ യാഥാർത്ഥ്യം എന്നുള്ളത്. ഇവിടെ നമുക്ക് അത് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു പറയുന്നത്, ആമേൻ, സ്തോത്രം, യെശയ്യാപ്രവാചകനിലൂടെ ആ കാര്യം അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ആമേൻ, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടത് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്നാൽ അതിന് 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ടു, അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ യെശയ്യാവ് കർത്താവിൻ്റെ തേജസ് കാണുകയാണ്. എന്നാൽ അത് യെശയ്യാവ് പ്രഖ്യാപിച്ചത് ഇപ്രകാരമാണ്, ആരത് വിശ്വസിച്ചു എന്നാണ്. അപ്പോൾ ഇന്ന് ലോകത്തിലായിരിക്കുന്ന ജനം, ലോകത്തിൽ കാണപ്പെടുന്ന അതേ ജനതയുടെ അനുഭവം, ജനതയുടെ വ്യത്യസ്ത തലങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ തന്നെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം എവിടെ പോയി അവസാനിക്കും? ആകയാൽ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഇന്ന് സുനിശ്ചയമായിരിക്കുന്നു. അതിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സന്തോഷമുള്ളവരെ മാത്രം വിടുവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ അതേ കടപ്പാടുകൾ, മനുഷ്യൻ്റെ പ്രവൃത്തികൾ, മനുഷ്യൻ്റെ അതേ ജീവിത സാഹചര്യങ്ങളൊക്കെ ദൈവം മനസ്സിലാക്കുമ്പോഴും മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഇളവെന്ന് പറയുന്നത് അവന് മാനസാന്തരപ്പെടുക എന്നുള്ളത് മാത്രമാണ്. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരുവാൻ ദൈവം ഒരു ഇളവ് കൊടുത്തിരിക്കുക മനുഷ്യന്. അത് വലിയ പാടൊന്നുമില്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ അങ്ങനെ മനുഷ്യൻ ജീവിതത്തിലേക്ക് ഒരു ക്രിസ്തുവിലേക്കുള്ളതായ ഒരു മുൻപോട്ട് വരുന്ന ഒരു ജീവിതം ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ യേശു പറയുന്നത്, ആമേൻ, അവരുടെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ദൈവപുത്രനെ അറിയുവാൻ സാധിക്കുന്നില്ല. ദൈവപുത്രൻ്റെ ആമേൻ രക്ഷയെ അവർക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ലെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് യെശയ്യാപ്രവാചകനിലൂടെ നൽകപ്പെടുന്നത്. അത് തന്നെയാണ് യേശു അവിടെ എടുത്ത് പറയുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ടു എന്നാണ് നമുക്കിവിടെ കാണുവാൻ യേശുവിടെ പറയുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇവിടെ പറയുന്ന വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ താൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നത്. യേശുക്രിസ്തു വെളിച്ചമായി ലോകത്തിൽ വന്നെന്നുള്ളത് മാത്രമല്ല, വിശ്വസിക്കുന്നവൻ ആരും തന്നെ
അവർ ഇരുളിൽ നടക്കാതിരിപ്പാൻ വെളിച്ചത്തിൽ വസിക്കേണ്ടതിന്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആമേൻ, യേശു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞ വചനം അത് വിശ്വസിക്കാത്തവരെ ന്യായം വിധിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതം പാപമംഗലമായി ഈ ലോകത്തിൽ തുടരുമ്പോൾ മനുഷ്യൻ്റെ ആകുലതകൾ പെരുകും എന്നുള്ളത് അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പാപത്തിൽ തുടരുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങളും വലുതായി അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പോൾ മനുഷ്യരെ എങ്ങനെയാണ് അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്, മനുഷ്യനെ എങ്ങനെയാണ് നിത്യജീവനിലേക്ക് നയിക്കുന്നത്? അതിൻ്റെ ഒരു ആദ്യത്തെ അനുഭവം എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യൻ കർത്താവിൽ വിശ്വസിക്കണം. അപ്പോൾ അനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടും വിശ്വസിക്കാത്തവരെ യേശു അവിടെ കാണുകയാണ്. അവിടെ കണ്ണിൻ്റെ മുൻപിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. കണ്ണിൻ്റെ മുൻപിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളെ അവർ കാണുകയാണ്. അത്ഭുതങ്ങളെ കണ്ടിട്ടും അവർ എന്ത് ചെയ്യുന്നു? ആമേൻ, വെളിച്ചത്തിലേക്ക് വരാതെ ഇരുളിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. യേശു എന്ന വെളിച്ചത്തിലേക്ക് വരാതെ ഇരുളിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ലോകത്തിലെ മനുഷ്യരെ ഇന്ന് നോക്കിയാട്ടെ, ഇന്ന് ക്രൈസ്തവ ലോകം തന്നെ ഈ ആഴ്ചയിൽ ആമേൻ യേശുവിൻ്റെ ക്രൂശീകരണത്തെ അവർ ഒരു ആചാരമായിട്ട് അത് അവർ കണക്കാക്കുകയാണ്. എല്ലാ വർഷവും ആചരിക്കേണ്ട ഒന്നാണ്. ഇരുളിൽ നിന്നുകൊണ്ട് മനുഷ്യൻ തൻ്റെ വേദനയിലും പ്രയാസത്തിലും നിന്നുകൊണ്ട് അവൻ ചില ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോവുകയാണ്. യേശുവിൻ്റെ മരണം തനിക്ക് വിശ്വസിപ്പാൻ കഴിയുമെങ്കിലും അതെന്തിനാണെന്ന് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വെളിച്ചത്തിലേക്ക് വരുവാൻ മനുഷ്യൻ ആഗ്രഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം ഞാൻ വായിക്കുന്നു. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇരുളിൽ നടക്കുന്ന വ്യക്തികൾ എവിടെ പോകുന്നെന്ന് അറിയുന്നില്ല. യേശു വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇരുളിൽ നടക്കുന്നവർ എവിടെ പോകുന്നെന്ന് അറിയാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനം വ്യക്തമായി, അല്ലെങ്കിൽ യേശുവിൻ്റെ അതേ മൊഴികൾ നമുക്കിവിടെ പരിശോധിച്ച് നോക്കിയാൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരികയാണ്. അവൻ ഇരുളിൽ നിൽക്കുന്ന അതേ വ്യക്തികളോട് പറയുകയാണ്, വെളിച്ചമുള്ളിടത്തോളം വരുവീൻ, വെളിച്ചമുള്ളിടത്തോളം എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. സ്തോത്രം. അപ്പോൾ മനുഷ്യരെ നോക്കിയാട്ടെ, നമ്മൾ ഇന്ന് മനുഷ്യനെ ഇരുളിൽ നിൽക്കുക, ഇരുളിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കുക, പിശാചിൻ്റെ കടിയിൽ നിൽക്കുക, പാപപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിൽക്കുന്ന മനുഷ്യരോട് ദൈവത്തിൻ്റെ ഇടപെടൽ ഇപ്രകാരം ഉണ്ടാകുന്നു, നിങ്ങൾ വെളിച്ചത്തിൽ വരുവീൻ. വെളിച്ചം നിങ്ങളെ അത് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വീണ്ടും ഞാൻ ആ ഭാഗം ആവർത്തിച്ച് പറയുന്നു, വെളിച്ചം നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇരുളിലേക്ക് നടക്കുന്നത്? അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇരുളിൽ ഒരു കൂട്ടർ നടക്കുന്നു, അവർക്കാണ് കണ്ണുണ്ടായിട്ടും കാണുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പ്രവൃത്തികൾ അവർക്ക് വിശ്വസിപ്പാൻ കഴിയാത്തത്? ഇരുളിൽ നിൽക്കുകയാണ്, വെളിച്ചത്തിലേക്ക് വരാതെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഈ ലൈവിലൂടെ ഞാൻ, അല്ലെങ്കിൽ ഈ അതേ പ്രഭാഷണത്തിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാകുന്ന, ദൈവത്തിൻ്റെ ശക്തിയാകുന്ന, ദൈവത്തിൻ്റെ പ്രകാശമാകുന്ന ആമേൻ മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്ന ഈ അനുഭവങ്ങളിലേക്ക്, ഈ നന്മകളിലേക്ക് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഈ അതേ സ്തോത്രം ദൈവികമായ പദ്ധതിയിലേക്ക് വരാതെ ഒരു മനുഷ്യൻ മുൻപോട്ട് പോയാൽ ആ ജീവിതം താറുമാറായി തീരുന്നത് മാത്രമല്ല, സ്വർഗത്തിലെ അവകാശം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗീയമായ അവകാശം നഷ്ടപ്പെടുന്നതാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിലെ അവകാശം നഷ്ടപ്പെടുകയാണ്. അത് ഈ മനുഷ്യനെ തനിക്ക് താൻ സമ്പാദിച്ചിരിക്കുന്ന ലോകത്തിലെ നേട്ടങ്ങളൊക്കെ നഷ്ടമായി പോകുന്ന ഒരു അനുഭവമാണ്. ലോകത്തിലെ നേട്ടങ്ങളൊക്കെ നഷ്ടമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത്, ഇരുളിലിരിക്കുന്ന മനുഷ്യൻ വെളിച്ചത്തിലേക്ക് വരണം. എന്നാൽ ജനത്തിനിവിടെ അന്ധകാരം പിടിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ അത് വിശ്വസിപ്പാൻ പോലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സുണ്ടാകുന്നില്ല. രണ്ട്, അവരെ കുരുടാക്കി വച്ചിരിക്കുക. അവരിൽ ഒരു കുരുടാക്കപ്പെട്ട അനുഭവം ഉണ്ടാകുകയാണ്. പ്രവാചകൻ അതിനെക്കുറിച്ച് മുൻപേ പ്രവചിച്ചിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച് പറഞ്ഞിരിക്കുക. അത് യേശുവിടെ അടുത്ത് പറയുകയാണ്. അവിടെ യേശു പറയുമ്പോൾ ഇവിടെ പറയുന്നത്, യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ടു എന്നാണ് അവിടെ പറയുന്നത്. ദൈവമഹത്വം ഒരു തേജസ്സാണല്ലോ, ദൈവത്തിൻ്റെ തേജസ്. ഇപ്പോൾ ഈ നാളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ തേജസ്സും മഹത്വം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. ഇന്ന് അനേകർ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും
ചിലർ കുടുംബത്തിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അവിടെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും. യേശുവിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാറില്ല. യേശുവിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം. യേശുവിൻ്റെ മഹത്വവും തേജസ്സും സഭയ്ക്കകത്ത് ശക്തമായി പ്രസംഗിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പുതിയ ആത്മാക്കൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാനുള്ളവരെ കണ്ടാലും യേശുവിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ യേശുവിൻ്റെ മഹത്വം അറിയാതെ ജനം എവിടെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ടിരിക്കുക. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിൽക്കുന്ന ഈ ജനത്തിന് ദൈവത്തിൻ്റെ യേശുവിൻ്റെ മഹത്വം കാണേണ്ടതിനായിട്ടുള്ള വഴി തെളിയിച്ചു കൊടുക്കേണ്ട പദ്ധതിയുണ്ട്. ആമേൻ. അതിൽ ആദ്യമായി നമുക്ക് സ്നാപക യോഹന്നാനെ കാണുവാൻ കഴിയും. തുടർന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരുവാൻ വേണ്ടി നമ്മൾ അവർക്ക് വഴി ഒരുക്കി കൊടുക്കണം. അവരെ അതേ വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകണം. ഇന്ന് നാം അനേകരെ കാണുന്നുണ്ട്, അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കുക. പക്ഷേ അതേ വെളിച്ചത്തിലേക്ക് വരുവാൻ അവർക്ക് മനസ്സില്ല. വെളിച്ചത്തിലേക്ക് വന്നാൽ പാപം ഏറ്റുപറയേണ്ടി വരും. വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് പാപം എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ പാപത്തിന്റെ ബോധമുണ്ടാകും. ആമേൻ. യേശുവിൻ്റെ അടുക്കിലേക്ക് ജനം വന്നപ്പോൾ അവർക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. ആമേൻ. ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പ്രസംഗിച്ചപ്പോൾ ജനത്തിന് കുറ്റബോധം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ കുറ്റബോധം ഉണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ പറയുന്നു, യേശു പറയുകയാണ്, ഞാൻ സംസാരിച്ച വചനം തന്നെ അവരെ ന്യായം വിധിക്കുവാനിടയായിത്തീരും എന്ന് പറഞ്ഞാൽ അത് വെളിച്ചത്തിലേക്ക് വരാതെ നിൽക്കുക. അത്ഭുതം കണ്ടിട്ടും യേശുവിൻ്റെ മൊഴികൾ കേട്ടിട്ടും സുവിശേഷം കേട്ടിട്ടും വെളിച്ചത്തിലേക്ക് വരാൻ നിൽക്കുന്നവരോട് ഇന്ന് അതേ ഒരു ദൂത് പറയുന്നത് ഇങ്ങനെയാണ്, അവരെ അതേ കേട്ട വചനം തന്നെ ന്യായം വിധിക്കപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. ഇന്ന് നമ്മൾ അനേകരുടെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഈ അത്ഭുതത്തെ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകാം. എന്നാൽ അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, വലിയ എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഒരു കാര്യം, അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നെങ്കിൽ, ജീവിതകാലം മുഴുവൻ ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് തയ്യാറെടുക്കുന്നെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. സ്തോത്രം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നു, കണ്ണീരുണ്ട്, നിലവിളിയുണ്ട്, ഇതൊക്കെ സംഭവിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ യേശുവിനോട് കൂടെ നടക്കുവാൻ, ആ തേജസ് കണ്ട് നടക്കുവാൻ അവസാനം വരെ തീരുമാനം എടുക്കണം. എന്നാലേ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും. ഇവിടെ അത്ഭുതം കണ്ടവർ പോലും വിശ്വസിക്കാതെ പോയ ഒരു അനുഭവമാണ്. മറ്റനേകരിൽ നടന്ന അത്ഭുതം ഇവർ കണ്ടു. പക്ഷെ ഇവർ നിൽക്കുന്നത് വെളിച്ചത്തിലല്ല, ഇരുട്ടിലാണ്. എന്നാൽ ഇവർക്കത് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. യെശയ്യാവ് അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷെ യേശു പറയുന്നു, യെശയ്യാവ് അവൻ്റെ മഹത്വം കണ്ടു, വെളിച്ചം കണ്ടു. സ്തോത്രം. ദൈവമക്കളെ, ആമേൻ. ഇന്ന് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കുള്ള അതിൻ്റെ ഒരു ആമേൻ അതിൻ്റെ ഒരു ആശയം ഞാൻ മുൻപിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്, മനുഷ്യൻ ഈ വെളിച്ചം കാണുമ്പോൾ ഉണ്ടാകുന്ന പാപബോധം ഉണ്ടല്ലോ, പാപബോധം. അപ്പോൾ ഇന്നും തന്നെ ക്രൂശിന് വേണ്ടിയും ക്രൂശിനെ ചുമക്കാൻ വേണ്ടിയും ക്രൂശിനെ ബഹുമാനിപ്പാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതവരുടെ തീരുമാനം കൊണ്ടോ അവരുടെ ശരീരബലം കൊണ്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, നേർച്ചകൾ നിവർത്തിക്കാൻ പറ്റും. മറ്റൊരു കാര്യം ഞാനിവിടെ ഓർപ്പിക്കുന്നത്, യേശുവെന്ന ആ മഹത്വം കാണുവാൻ കഴിയുന്നുണ്ടോ, തേജസ് കാണുവാൻ കഴിയുന്നുണ്ടോ തുടർന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ തേജസ്സും വെളിച്ചവും ഒക്കെ കാണുവാൻ കഴിയുന്നവർക്കാണ് പാപബോധം ഉണ്ടാകുന്നത്, അല്ലാതെ അവർക്ക് പാപബോധം ഉണ്ടാകത്തില്ല. സ്വതന്ത്രം. ഒത്തിരി പേരൊന്നും പാപബോധം ഇല്ലാതെ നടക്കുന്നവരുണ്ട്, ജീവിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ അനുഗ്രഹം വേണം, നന്മ വേണം. എന്നാൽ ഒരു കൂട്ടർക്ക് അത്ഭുതങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്നാൽ അത്ഭുതം കണ്ടാൽ വിശ്വസിക്കാത്ത അനേകരുണ്ട്. പ്രിയരെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ അനേകം വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ എന്ത് ചെയ്യണം? നന്മ അനുഭവിക്കണം എന്നുള്ളത്. തിന്മ അനുഭവിക്കണം എന്നല്ല, നന്മ അനുഭവിക്കണം. അപ്പം നന്മ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ പറയുന്നത് പോലെ തന്നെ ക്രിസ്തുവിലേക്ക് വരണം. ക്രിസ്തുവിലേക്ക് വന്നാലേ നന്മ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവാകുന്ന നന്മ. അപ്പോൾ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൻ്റെ അടുക്കിലേക്ക് വരിക. നന്മ അവിടെയാണ് ഉള്ളത്. ആ നന്മ അവിടെ ഉള്ളപ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിൽക്കുന്ന മനുഷ്യനെ ദൈവം അതിലേക്ക് വിളിക്കുകയാണ്. നീ അവിടെ വന്നു അവൻ നന്മ പ്രാപിക്കുക, നന്മയിലേക്ക് വന്ന് അവൻ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണം. നമ്മളിന്ന് ഒരുപാട് പേരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ദൈവത്തെ അറിയുക എന്നുള്ളത്. ദൈവത്തെ അറിഞ്ഞേ പറ്റൂ. ദൈവത്തെ അറിഞ്ഞ് നീ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് നീ പാപബോധമുള്ളവനായി മാറ്, വിടുതൽ പ്രാപിക്കുക, രക്ഷപ്പെടുക, എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് വാ, വെളിച്ചത്തിലേക്ക് വാ എന്ന് ഗ്രഹിപ്പിക്കുന്ന സന്ദേശങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുക. സന്ദേശം പറഞ്ഞ് നമ്മൾ പോവുക എന്നുള്ളതല്ല. നമുക്ക് നൽകപ്പെട്ട അതേ ആലോചന പറയുക എന്നുള്ളതല്ല. അത് നമുക്കറിയാവുന്ന ആശയങ്ങൾ പറയുക എന്നുള്ളതല്ല. പിന്നെ അവരെ ആ വെളിച്ചം എന്താണെന്ന് അനുഭവിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അത് അനുഭവിക്കണം. വെളിച്ചം എന്താണ്? യേശു ആരാണ്?
യേശുവിൻ്റെ പ്രകാശം എന്താണ്? യേശു എങ്ങനെയുള്ളവനാണ്? അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് യേശു ദൈവത്തോടു കൂടെ ആയിരുന്നവനാണ്. യേശു അവിടെ നിന്ന് ദൈവത്തിന് സമനായിരുന്നവൻ. അവിടെ നിന്ന് ഇറങ്ങി വന്നു, ലോകത്തിലേക്ക് വന്നു, നമ്മിൽ വസിപ്പാൻ തക്കവണ്ണം അവൻ നമ്മളെപ്പോലെ ആയി, ചെറിയതായി, സ്തോത്രം, വലിയവനായിരുന്നവൻ, ദൈവത്തിന് സമനായിരുന്നവൻ, ദൂതന്മാരെക്കാൾ വലിയവനായിരുന്നവൻ അവൻ. എന്നിട്ട് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, പിന്നെ മനുഷ്യർക്കും പ്രത്യക്ഷനായി. അവൻ ജഡശരീരത്തിലേക്ക് വന്നു. ഇപ്പോൾ ദൈവത്തിന് മനുഷ്യനിലേക്ക് വസിക്കുവാൻ എളുപ്പമായി, സ്തോത്രം. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യനിലേക്ക് ദൈവം വസിക്കുന്നത്? ക്രിസ്തുവിലൂടെയാണ് വസിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു പോകുന്നതേ ഉള്ളൂ, ആരുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. എന്നാൽ ദൈവം എങ്ങനെ പറയുന്നത്? എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ പറയുകയാണ്, അന്നാളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അതിനുശേഷമായിട്ട് അവിടെ ഹൃദയത്തെ ഞാൻ ഒരുക്കും, അങ്ങനെ ഞാൻ അവരിൽ വസിക്കും എന്ന് പറയുക. അപ്പോൾ അവരിൽ വസിക്കും എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളിൽ വസിക്കണമെങ്കിൽ അവൻ നമ്മെപ്പോലെ ആയി തീരണം, എന്നാൽ നമ്മിൽ വസിക്കാൻ പറ്റത്തുള്ളൂ, സ്തോത്രം. അങ്ങനെ ദൈവം മനുഷ്യനായി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു നമ്മിൽ വസിക്കുവാൻ. വലിയവനായിരിക്കുന്ന ദൈവം അവൻ എന്ത് ചെയ്തു? മനുഷ്യനായി ഭൂമിയിൽ വരികയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയരെ, മനുഷ്യനായി ഭൂമിയിലേക്ക് വരുമ്പോൾ മാനവകുലത്തെ രക്ഷിക്കേണ്ടവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രകാശമായി വസിക്കേണ്ടവനാണ്. മനുഷ്യൻ്റെ ഹൃദയം മുഴുവൻ ഇരുട്ടിൽ കിടക്കുക, ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടക്കുക. ഇരുട്ടിൽ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കപ്പെട്ട് പാപം ചെയ്ത് വേദനകൾ അനുഭവിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് അനുഗ്രഹമില്ലാതെ, ജീവനില്ലാതെ, നല്ലൊരു ജീവിതമില്ലാതെ തകർന്നു തരിപ്പണമായി കിടക്കുന്ന ഒരു അനുഭവമാണ്. ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വസിക്കുവാൻ വരുന്നവൻ വെളിച്ചമുള്ളവനാണ്, വെളിച്ചമായവൻ, സ്വതന്ത്രം, വചനമായവൻ, വെളിച്ചമായവൻ. അപ്പോൾ ആ ദൈവപുത്രനാണ് ഹൃദയങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് അറിയാം, സുപരിചിതമായ തിരുവെഴുത്തുകളാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അപ്പോൾ ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. സ്തോത്രം. ഇവിടെ പറയുന്നു, ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു. എന്താണ് ജീവൻ? യേശുവിൻ്റെ ജീവനാ. ഹല്ലേലൂയ. എന്ന് പ്രിയരെ, അനേകർക്ക് ഇത് കാര്യം മനസ്സിലാകുന്നില്ല. യേശുവിൻ്റെ ജീവനാണ് നമ്മുടെ വെളിച്ചം. യേശുവിൻ്റെ ജീവൻ നമ്മുടെ വെളിച്ചം. ആ ജീവൻ നമുക്ക് വേണ്ടി തരുമ്പോഴാണ് ആ വെളിച്ചം നമ്മിലേക്ക് വരുന്നത്. അപ്പോൾ യേശു എന്തിനാ മരിച്ചത്? യേശുവിൽ ഉള്ള ജീവനാണ് നമ്മുടെ വെളിച്ചം. അപ്പോൾ ആ ജീവൻ നമ്മിലേക്ക് വരണമെങ്കിൽ ആ ജീവൻ നമുക്ക് വേണ്ടി അവൻ നൽകണം. ആ ജീവൻ നമുക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യണം? നൽകണം. അതുകൊണ്ടാണ് മരണം ആസ്വദിച്ചത്, മരണത്തിലൂടെ കടന്നുപോയത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരെല്ലാം ഈ ചാനലിലൂടെ, മീഡിയയിലൂടെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടോ, അവരോട് ഞാൻ പ്രത്യേകിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു എന്ന ജീവൻ, യേശുവിലുള്ള ജീവൻ നമ്മിലേക്ക് വരണമെങ്കിൽ അവൻ മരിക്കണം. അതാണ് അവൻ മരണം ആസ്വദിച്ചത്. ജീവൻ വെളിച്ചമായിരുന്നു എന്നാണ്. ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരണം. യേശുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വെളിച്ചമായി മാറുന്നത്. അല്ല എങ്കിൽ നമ്മുടെ ഹൃദയം പ്രകാശിക്കത്തില്ല. നമ്മുടെ ഹൃദയം പ്രകാശിക്കുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രകാശം വരുന്നു എന്നെങ്കിൽ അങ്ങനെ വരുന്നതിൻ്റെ ഹല്ലേലൂയ കാരണം യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ദൈവത്തിൻ്റെ ജീവൻ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ, ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ആരാണ്? ആ ദൈവത്തിൻ്റെ ജീവൻ ക്രിസ്തുവിലുണ്ടായിരുന്നു. ആ ജീവൻ വെളിച്ചമായിരുന്നു. ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സന്ദേശമല്ലേ അത്? ആമേൻ. ഇത് മനുഷ്യരുടെ ആശയമല്ല, ദൈവവചനം വ്യക്തമായി നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുന്ന വെളിച്ചമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ജീവനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ജീവനാണ് നമ്മിൽ പ്രകാശമായി ജ്വലിക്കുന്നത്. അതുകൊണ്ടാണ് യേശു മരിക്കുവാനിടയായത്. അപ്പോൾ ഈ കാര്യം ഈ ക്രൈസ്തവ ലോകത്തിൽ തന്നെ അനേകർക്ക് അറിയില്ല. അവരതുകൊണ്ട് ആചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര ആചരിച്ചെന്ന് പറഞ്ഞാലും ഈ ജീവനുള്ളിൽ വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം അവർ വിശ്വസിക്കണം.
അപ്പോൾ പാപം ഏറ്റു പറയണം. അപ്പോൾ ക്രിസ്തു ആകുന്ന ജീവൻ ഉള്ളിൽ വരണം. അത് കാര്യമാണ്. എന്നാലേ വചനം അനുഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവാകുന്ന ജീവൻ ഉള്ളിൽ വന്നാൽ ഉള്ളിൽ പ്രകാശമാകുകയാണ്. ഇരുൾ മാറുന്നു. ഇരുൾ മാറിയാൽ നമുക്ക് ദൈവവചനത്തെ അനുസരിക്കുവാൻ കഴിയും. ദൈവവചനത്തെ പിൻപറ്റി ആ വചനം അനുസരിച്ച് മുൻപോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം വായിച്ച ഭാഗങ്ങളിലേക്ക് വരാം. അതിൻ്റെ 44 യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. വ്യക്തമായി യേശു പറയുന്നു, ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് വെറുതെയുള്ള ഒരു കാര്യമല്ല. പലരും പറയുന്നത് കെട്ടുകഥയാണത്. അങ്ങനെയൊക്കെ യേശുവിൻ്റെ ക്രൂശീകരണത്തെ നിരസിക്കുന്നവരുണ്ട്, തിരസ്കരിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്, അത് കള്ളമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്, യേശു നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. യേശു നമുക്ക് വേണ്ടി മരിച്ചതാണ്. ആകയാൽ ദൈവത്തിൻ്റെ വചനം സത്യം വിളിച്ചു പറയുകയാണ്. ആരുടെയൊക്കെയോ അത് നല്ല ആശയമെന്ന് പറയുവാനല്ല, ഇത് ദൈവത്തിൻ്റെ സത്യവചനമാണ്. യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം, അതാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ വസിപ്പാനാണ് വന്നത്. അപ്പോൾ അത് നിറവേറണമെങ്കിൽ അവൻ കാൽവറിയിൽ മരിക്കണം. മരിക്കാതെ നിറവേറുകയില്ല. ഞാൻ നിങ്ങളിൽ വസിക്കാൻ പോവുകയാണ്. ആ ജീവൻ നമുക്ക് വേണ്ടി തരുമ്പോൾ നമ്മിലേക്ക് വസിക്കുന്ന അനുഭവം ഉണ്ടാകുകയാണ്. അപ്പോൾ അവന് മരണമില്ലാതെ നമ്മിൽ ഉള്ളിലേക്ക് വസിക്കാൻ പറ്റത്തില്ല. അവൻ മരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് വസിക്കാനിടയാകുന്നത്. യേശു മരിക്കുമ്പോഴാണ് ആ ജീവൻ നമ്മിലേക്ക് വരുന്നത്. അവൻ യേശു തൻ്റെ ജീവനെ നമുക്ക് തന്നിട്ട് പോയിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. അവൻ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ടോ അവരിലെല്ലാം യേശുവിൻ്റെ ജീവൻ ഉള്ളിൽ വസിക്കും. യേശുവിൻ്റെ ജീവൻ ഉള്ളിൽ വസിക്കും. എങ്ങനെ? അത് പ്രകാശമായി വസിക്കും. സ്തോത്രം, വലിയ പ്രകാശമായി വസിക്കുക. സ്തോത്രം. അടുത്തായിട്ട് നമ്മൾ കാണുമ്പോൾ വചനം പ്രമാണിക്കാത്തവരെ ദൈവം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞു, ഞാനല്ല വിധിക്കുന്നത്, ദൈവവചനം തന്നെ വിധിക്കും. ദൈവത്തിൻ്റെ വചനം എന്നവിടെ പറയുകയാണ്. ആമേൻ. ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. അപ്പോൾ ഇന്ന് ഈ വചനം വിശ്വസിക്കാത്തവരെ തെരുവുകളിലും നഗരങ്ങളിലും പള്ളികളിലൊക്കെ അറിയിക്കപ്പെടുന്ന വചനം വിശ്വസിക്കാതിരിക്കുന്നവരെ ന്യായം വിധിക്കുന്ന ഒരു നാൾ വരുന്നു. എവിടെ പറയുന്നു? ഒടുക്കത്തെ നാളിൽ ന്യായവിധി ഉണ്ടാകും. ഒടുക്കത്തെ നാളിൽ ഒരു ന്യായവിധി. ആ നാളിലുള്ള ന്യായവിധിയിലൂടെ ജനത്തിന് ശിക്ഷ വിധിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ആമേൻ. ഇത് വെറുതെയുള്ള ഒരു കെട്ടുകഥയല്ല നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. യേശു വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അവൻ ലോകത്തിൻ്റെ രക്ഷിതാവായി വന്നു. ലോകത്തിൻ്റെ മനുഷ്യരുടെ പാപത്തെ ചുമന്നുകൊണ്ട് ആമേൻ കഷ്ടതയിലും ഈ മരണ ഇരുളിലും നിന്ദകളിലും പ്രതിസന്ധികളിലുമായിരുന്ന മനുഷ്യരെ വീണ്ടെടുക്കുവാനായിട്ട് യേശു വന്നു. ആ വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. വെളിച്ചത്തിൽ വസിക്കേണ്ടതിനായിട്ട് നമുക്ക് അവൻ പ്രവർത്തിച്ചതാണ്. ആകയാൽ നമ്മുടെ ഓരോ ജീവിതയാത്രയിലും നമുക്ക് വെളിച്ചമായവനെ, സത്യവചനമായവനെ നമുക്ക് മാനിക്കുവാനിടയാകണം. സ്തോത്രം. അതുകൊണ്ട് ഈ തിരുവെഴുത്ത് അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജീവിതത്തിലെ ഈ നാളുകളിലെ അനുഗ്രഹമില്ലാതെ നിൽക്കുന്നവരെ, പ്രതീക്ഷയില്ലാതെ നിൽക്കുന്നവരെ, പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവരെ യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. സ്വാതന്ത്ര്യം പ്രാപിക്കാം. എവിടെയൊക്കെയോ നിങ്ങളെ അലട്ടുന്ന, എവിടെയൊക്കെയോ നിങ്ങളെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന മാനുഷിക തലങ്ങൾ, പൈശാചിക തലങ്ങൾ നിങ്ങൾക്ക് ഒരു രക്ഷയും തരികയില്ല. മടങ്ങി വന്ന് യേശുവിലേക്ക്, ജീവന്റെ പ്രകാശത്തിലേക്ക് വരുവാൻ ഈ ദൂതലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരുവാൻ ഈ സത്യവചനത്തിലൂടെ ഓർപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം ഇതുവരെയും അനുഗ്രഹത്തിലേക്ക് വരാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ വെളിച്ചമായവൻ വരാതിരിക്കുന്നത് കൊണ്ടാണ്. ജീവനായവൻ വരാതിരിക്കുന്നത് കൊണ്ടാണ്. ജീവനായവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നന്മകൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ശക്തമായിട്ട് ദൂത് പറയുകയാണ്, നമുക്ക് ഒരുക്കപ്പെട്ട നന്മകൾ നാം പ്രാപിക്കാതിരിക്കുന്നെങ്കിൽ
യേശു നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ, യേശു നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. പെന്തക്കോസ്ത് സഭകളിലേക്ക് അനേകർ വരുന്നുണ്ടെങ്കിലും യേശു ഉള്ളിലേക്ക് വന്നിട്ടില്ല. ആമേൻ. അതുകൊണ്ടാണ് പലപ്പോഴും അവർ യേശു ഉള്ളിലേക്ക് വരാത്തത് കൊണ്ട് പലപ്പോഴും അവർ പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, പലപ്പോഴും അവർ പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഇന്ന് ഈ സമയം ഞാൻ ഇത് വചനം സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി പറയുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. എന്നാലേ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കത്തുള്ളൂ, നന്മകൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുവാനായി നമ്മൾ തന്നെ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. തളർന്നു പോകരുത്. ആമേൻ. മനുഷ്യൻ വീണു പോകാനല്ല, മനുഷ്യൻ സ്തോത്രം പരാജിതനാകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ഒന്നുകൂടെ ഹല്ലേലൂയ നിത്യജീവനിലേക്ക് മുൻപോട്ട് വരുവാൻ, ജീവനുള്ള വഴിയാകുന്ന ഈ പുതുവഴിയിലേക്ക് മുന്നേറുവാനിടയാകണം. ജീവനുള്ള ഒരു പുതുവഴി തുറന്നു. അത് വേദവസ്തുതിൽ വചനം പറയുമ്പോൾ അത് പുതുവഴിയാണ്, ജീവൻ്റെ വഴിയാണ്, ദൈവം ഒരുക്കിയ മാർഗമാണ്, രക്ഷയുടെ മാർഗമാണ്, സമാധാനത്തിൻ്റെ വഴിയാണത്, അനുഗ്രഹത്തിൻ്റെയും കൂടെ വഴിയാണ്. അതിലും അനുഗ്രഹമുണ്ട്, നന്മയുണ്ട്. ദൈവത്തിൽ വ്യക്തമായി പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുക്കപ്പെട്ട നന്മയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകും. ഇവിടെ പറയുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവരിൽ വിശ്വസിച്ചില്ല. ഇത്ര വലിയ അടയാളങ്ങൾ, വളരെ അടയാളങ്ങൾ ചെയ്തു, അങ്ങനെയെങ്കിലും അവർ വിശ്വസിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവർ വിശ്വസിച്ചില്ല. ആകയാൽ അവിടെ പറയുന്നു, അവർ കണ്ടിട്ടും കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ ഞാൻ അവരെ സൗഖ്യമാക്കി ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി എന്നാണ് അവിടെ പറയുന്നത്. ഈ ലോകത്തിൻ്റെ അധിപതിയാകുന്നവൻ അവിശ്വാസിയുടെ കണ്ണ് കുരുടാക്കി എന്നാണ്, ഹൃദയം കുരുടാക്കി. എന്ന് രാത്രി പ്രിയരെ, നല്ലൊരു സന്ദേശമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അനേകരുടെ വിടുതലിന് വേണ്ടി ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ വിടുവിക്കപ്പെട്ട് തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. നമ്മൾ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ഉപദേശപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രകാശത്തിലേക്ക് വന്നവർക്ക് പിന്നെ പാപത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഉള്ളിൽ പ്രകാശം ലഭിച്ചിട്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ പ്രകാശിക്കപ്പെട്ടിട്ട് പിന്നെ അവർ പിന്മാറിപ്പോയാൽ അവരെ യഥാസ്ഥാനപ്പെടുത്താൻ പറ്റത്തില്ല. പ്രകാശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രകാശം വരിക, ക്രിസ്തുവിൻ്റെ ജീവനുള്ളിലേക്ക് വരിക. ആ ജീവനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ പാപത്തിലേക്ക് വീഴാതെ നമ്മളെ നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ക്രിസ്തുവിൻ്റെ ജീവൻ ഉള്ളിൽ പ്രകാശിക്കുന്നത്. ഒരിക്കലും ആ പ്രകാശത്തിലേക്ക് വന്നിട്ട്, അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, പ്രകാശത്തിലേക്ക് വന്നിട്ട് അവർ പിന്മാറിപ്പോയാൽ പിന്നെ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്നില്ലെന്നാണ് അവിടെ പറയുന്നത്. ആമേൻ. അപ്പോൾ സ്തോത്രം. വരുവാനുള്ള നന്മയാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ 11-ാം വാക്യം ഞാൻ വായിക്കും. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ എന്നിവിടെ പറയുന്നു, ഒരിക്കലായിട്ട് പ്രവേശിച്ചു, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പോൾ പശുക്കിടാക്കളുടെയോ രക്തത്താലല്ല, ആട്ടുകൊറ്റന്മാരുടെ രക്തത്താലല്ല, അവൻ്റെ സ്വന്തം രക്തത്താൽ തന്നെ അത് സമ്പാദിച്ചതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, അവൻ സ്തോത്രം താഴെ വീണ്ടും പിന്മാറിപ്പോയാൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കപ്പെടുവാൻ കഴിയും. അതുകൊണ്ട് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് വചനത്തിൽ വിശ്വസിക്കാം, കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. അവൻ്റെ വരവെടുത്ത് പോയി നമുക്കൊരുങ്ങാമല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം ഇടുകയാണ്. അതുകൊണ്ട് സ്തോത്രം, ഒരുവൻ പിന്മാറിപ്പോയാൽ അവരെ പിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം ആ പ്രകാശം അനുഭവിച്ചിട്ട്, ജീവൻ അനുഭവിച്ചിട്ട് താൻ പിന്മാറിപ്പോവുകയാണ്. അതുകൊണ്ട് വീണ്ടും അവനെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയെന്ന് ആണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, പിന്മാറിപ്പോകുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയാണ്. വെളിച്ചത്തിൽ നിന്ന് ഇരുളിലേക്ക് വീണ്ടും പോവുകയാണ്. ആയാലും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ ദിനങ്ങളിലെ പ്രത്യേക അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം ദൈവം സത്യത്തിൻ്റെ, നമുക്കറിയാം, ഞാൻ ആ ഭാഗം കൂടെ വായിക്കുന്നു. എബ്രായ ലേഖനം 10:26, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ എന്നവിടെ കാണുവാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ അവരെ ഒരിക്കൽ പ്രകാശിക്കപ്പെട്ടിട്ട് പിന്നെയും അവർ ഇരുട്ടിലേക്ക് പോയാൽ അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നുള്ള തിരുവെടുത്തുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആകയാൽ അത് പ്രകാശത്തിലേക്കായിരിക്കുന്നവർ പ്രകാശത്തിലായിരിക്കട്ടെ, വെളിച്ചത്തിലേക്ക് നടക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, നന്മകൾ പ്രാപിക്കട്ടെ, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങട്ടെ. ഇങ്ങനെയുള്ള തിരുവെഴുത്തുകൾ നമുക്ക് അത് ധൈര്യം നൽകുന്നു. നമ്മളെ സത്യത്തിൻ്റെ പാതയിൽ നടത്തി കർത്താവ് നമ്മളെ ഒരുക്കുവാൻ ആഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. ഈ ചാനലിലൂടെ അല്പസമയം വചന ശുശ്രൂഷിപ്പാൻ നൽകപ്പെട്ട സമയത്തിനായി സ്തോത്രം. കർത്താവെ സഹായിക്കണമേ. അനേകർക്ക് പ്രയോജനകരമായി തീരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കുന്ന കർത്തൃദാസനും മറ്റും പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർക്കുന്നു. ദൈവം സഹായിക്കണമേ. പ്രത്യേകാലടിയങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അനേകരിലേക്ക് എത്തിക്കപ്പെടുവാൻ സഹായിച്ചാട്ടെ. മാനവമൗത്ത് അങ്ങേക്ക് തരുന്നു പ്രാർത്ഥനയോട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.